നായകന്മാരെക്കാളേറെ എം ടി പ്രണയം ആവിഷ്കരിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ടു പോയ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകളാണ് പലപ്പോഴും വായനക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ സുധീർ കുമാർ മിശ്ര എന്ന പേര് ആളുകൾ ഓർത്തില്ലെങ്കിലും വിമല എന്നുള്ള പേര് മറക്കില്ല. മഞ്ഞിൽ പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ട്. കുമാരനാശാനൊക്കെ പലതരത്തിലുള്ള പ്രണയത്തിൻ്റെ ഭാവങ്ങൾ എഴുതാൻ പല കൃതികൾ എഴുതിയെങ്കിൽ കരുണയും ലീലയും നളിനിയും ഒക്കെ രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ ആളുകൾ തമ്മിലുള്ള ഇഷ്ടങ്ങളുടെയൊക്കെ വ്യത്യസ്ത ഭാവങ്ങൾ എഴുതാൻ വേണ്ടി വ്യത്യസ്ത കൃതികൾ എഴുതിയെങ്കിൽ എം ഡി ഒറ്റ പുസ്തകത്തിൽ അതെല്ലാം കാണിച്ചിരുന്നുണ്ട്. പിന്നെയുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ആവിഷ്കാരം വരുന്നത് കാലത്തിലാണ്. കാലത്തിലെ പ്രണയത്തിൽ പല ആളുകളുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുമെങ്കിലും സുമിത്ര ആളുകളുടെ മനസ്സിൽ നിന്ന് പോവില്ല. രണ്ടാം ഊഴത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ പ്രണയമാണോ പുരുഷൻ്റെ പ്രണയമാണോ അവതരിപ്പിക്കുന്നത്? അതായത് തൻ്റെ മുൻകാല നോവലുകളിലെല്ലാം സ്ത്രീകളുടെ പ്രണയഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എം ഡി നോവലുകൾ എഴുതിയെങ്കിൽ രണ്ടാം ഊഴത്തിലേക്ക് വന്നപ്പോൾ അത് ഭീമൻ്റെ ഉള്ളിലുള്ള പ്രണയത്തെ വെളിപ്പെടുത്തുന്ന നോവലായി മാറി എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എം ഡിയുടെ നോവലുകളിലെ പ്രണയം എപ്പോഴും ഒരു ഋജുരേഖയിൽ സഞ്ചരിച്ച് അവസാനിച്ച് ശുഭമോ ദുഃഖമോ പര്യവസായി അവസാനിപ്പിക്കുന്നതല്ല. അതെപ്പോഴും വായിക്കുന്നവൻ്റെ മനസ്സിലേക്ക് സങ്കീർണതയോടെ തുടരുന്നതാണ്.